പൊതുവേ ആൾക്കാർ പറയാറ് പേഴ്സണാലിറ്റി ഒരാൾക്ക് ഫിക്സ് ആയാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യില്ലെന്നാണ്. പക്ഷെ എൻ്റെ കേസിൽ തിരിച്ചാട്ടോ. എൻ്റെ പേഴ്സണാലിറ്റി ഓരോ ഫേസസ് ഓഫ് ലൈഫിലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു എപ്പിസോഡ് 4 ഓഫ് അൺഫിൽറ്റേർഡ് മീ. ആൻഡ് ഇതിൽ ഞാൻ എൻ്റെ കുറച്ച് പേഴ്സണാലിറ്റിയുടെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, ജാടയാണെന്നൊക്കെ. ഞാൻ ഒരു കോൾഡ്, റിസർവ്ഡ് അല്ലെങ്കിൽ ഒരു ഇന്റിമിഡേറ്റിംഗ് പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നേരെ തിരിച്ചാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല. ഞാൻ ഒരു ആംബിവേർട്ടാണ്. ഒരു ഇൻട്രോവേർട്ടിന്റെയും എക്സ്ട്രോവേർട്ടിന്റെയും മിക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആൻഡ് ഈ ഒരു പേഴ്സണാലിറ്റി ഓവർനൈറ്റ് ആയിട്ട് ഉണ്ടായതല്ല കേട്ടോ. എൻ്റെ ലൈഫിലെ പല സ്റ്റേജസിൽ കൂടെയാണ് ഞാൻ ഈ ഒരു ആംബിവേർട്ട് സിറ്റുവേഷനിലേക്ക് എത്തിയത്. എൻ്റെ ചൈൽഡ്ഹുഡ് ടൈമിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കട്ട ഇൻട്രോവേർട്ട് ആയിരുന്നു. ഞാൻ വളരെ കുറച്ച് സംസാരിക്കും, അതും വേണമെങ്കിൽ മാത്രം. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഒബ്സർവ് ചെയ്യായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലാണെങ്കിൽ ഞാൻ വലിയ ഊടായ്പൊന്നും കാണിച്ചിട്ടില്ല. അമ്മ അവിടെ സ്കൂളിലെ ടീച്ചർ ആയിരുന്നുകൊണ്ടാണോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ ഭയങ്കര സൈലന്റ് ആൻഡ് ഒരു സേഫ് സോണിലാണ് എപ്പോഴും ഇരിക്കാറ്. അപ്പം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് വേർഷൻ. ഷൈ, കോഷ്യസ്, വെരി ക്ലോസ്ഡ്, അങ്ങനെ ഒരു പേഴ്സൺ. പിന്നെയാണ് കോളേജിലേക്ക് പോയത്. കോളേജ് ഞാൻ പഠിച്ചത് കുട്ടിക്കാനത്താണ്. അപ്പൊ ഹോസ്റ്റൽ ലൈഫ് ആയിരുന്നു. അപ്പം കംപ്ലീറ്റ്ലി ന്യൂ പീപ്പിൾ, ന്യൂ എൻവയറൺമെന്റ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് സ്ലോലി ചേഞ്ച് ആയി തുടങ്ങിയായിരുന്നു. കുറെ കൂടെ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി, ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ എന്നാൽ ഞാൻ എക്സ്ട്രോവേർട്ട് ഒന്നും ആയില്ല. പക്ഷെ ഒരു ലെസ് ഇൻട്രോവേർട്ടഡ് വേർഷനിലേക്ക് എത്തി. അത് കഴിഞ്ഞ് എന്റെ നെക്സ്റ്റ് ബിഗ് ഫേസ് ഇൻ ലൈഫ് വാസ് വർക്ക്. ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. ഞാൻ ആ ഒരു ഫീൽഡ് എടുക്കും ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ അത്രയും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, ഉൾവലിഞ്ഞിട്ടുള്ള ഞാൻ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങി. അതെന്നെ ഒരുപാട് പുഷ് ചെയ്തു. എല്ലാ ഏജ് ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാരോടും ഇന്ററാക്ട് ചെയ്യണം, സംസാരിക്കണം, ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം, കണക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ ഒരു ഓപ്ഷനേ ഇല്ല. അതെന്നെ മാക്സിമം ലിമിറ്റിലേക്ക് പുഷ് ചെയ്തു. ആൻഡ് അത് എൻ്റെ ഒരു എക്സ്ട്രോവേർട്ട് സൈഡ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് യാ, ദിസ് ഇസ് മീ. സോ ഇഫ് യു എവർ ഫീൽ ഐ എം ഹാർഡ് ടു അപ്രോച്ച്, ജസ്റ്റ് നോ ഐ എം നോട്ട്. ബിക്കോസ് ഞാൻ എൻ്റെതായ സമയം എടുക്കും. ഞാൻ പെട്ടെന്ന് ഓപ്പൺ അപ്പ് ചെയ്യില്ല. പക്ഷെ വെൻ ഐ ഡു, it's genuine. And once I'm comfortable, you'll see a completely different side of me. One that's warm, loyal and very real. So let me know in the comments, നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ. Bye bye.